പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ സക്രാരികളിലും നമ്മെ കൊതിയോടെ കാത്തിരിക്കുന്ന, നമ്മെ സ്നേഹത്തോടെ മാടി വിളിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു കൃപയുടെ മണിക്കൂറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുക. ഓരോ നിമിഷവും നമ്മൾ ആ കരുണ നമ്മുടെ ജീവിതത്തിൽ വാങ്ങുന്നവരാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് ഈ മണിക്കൂറിലായിരിക്കാം. സ്നേഹം തന്നെയായ പിതാവ് തൻ്റെ സ്വപുത്രനെ നമ്മുടെ ഇടയിലേക്ക് അയച്ച് നമ്മളെ വീണ്ടെടുക്കുന്ന ആ പുണ്യ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കിങ്ങനെ തീരുമാനിക്കാം, ഈശോയെ, നിന്നെ വേദനിപ്പിച്ചു പോയ, നിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ, നിൻ്റെ ആഗ്രഹങ്ങൾക്കെതിരായി ഞങ്ങൾ ജീവിച്ചു പോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ നമുക്ക് ഈ മണിക്കൂറിലായിരിക്കാം. ദേശരാഷ്ട്രങ്ങൾക്കും കാലങ്ങൾക്കും മതങ്ങൾക്കും ജാതികൾക്കൊക്കെ അതീതമായിട്ട് ഒരുപക്ഷെ അംഗീകരിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് അസീസിയിലെ സഹോദരൻ വിശുദ്ധ ഫ്രാൻസിസ്. ഒരു മനോഹരമായൊരു സംഭവം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തുള്ളൊരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോയി. അവിടെ കണ്ട ഒരു മുന്തിരിത്തോട്ടത്തിൽ പ്രവേശിച്ച് അവിടെ അല്പനേരം സ്വസ്ഥമായിട്ടൊന്നിരിക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ വന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഫ്രാൻസിസ്, ഇവിടെ നിന്ന് നിങ്ങളൊന്ന് പോയി തരണം. ഫ്രാൻസിസ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഇവിടെ നിന്ന് പോകണം എന്ന് താങ്കൾ പറയുന്നത്? അപ്പം അദ്ദേഹം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ്, ഫ്രാൻസിസ്, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഈ നാട് മുഴുവൻ നിന്നെ കാണാനായിട്ട് വരും. അങ്ങനെ അവർ കയറിയിറങ്ങി ഈ മുന്തിരിത്തോട്ടം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത്രമാത്രം ഏവർക്കും സുപരിചിതനായ ഒരു ഫ്രാൻസിസ് അന്നത്തേതുപോലെ ഇന്നും നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈശോയെ കണ്ടുമുട്ടിയ ആ നാളുകളിൽ, അതിനുശേഷം സുവിശേഷം അതിൻ്റെ തീക്ഷ്ണതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ് അങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഏതാനും യുവാക്കൾ അദ്ദേഹത്തെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ച് അദ്ദേഹത്തെ അടുത്തു വരുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ ശിഷ്യന്മാർ വേണമെന്നും എനിക്ക് പിന്നീട് കുറേ ആളുകൾ വേണമെന്നൊന്നും എനിക്കില്ല. എനിക്ക് ഈശോയെ പ്രതി സുവിശേഷം ജീവിച്ചാൽ മതി. അപ്പം ഞങ്ങളെ കൂടി നിൻ്റെ കൂടെ നടക്കാൻ അനുവദിക്കണം എന്നായി ഈ യുവാക്കൾ. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു ദൈവവചനം തിരഞ്ഞ് ദേവാലയത്തിലെത്തി. ഫ്രാൻസിസ് വചനമെടുത്ത് വായിക്കുമ്പോൾ നൽകപ്പെട്ട വചനം മത്തായിയുടെ സുവിശേഷം 10:10. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. അപ്പോൾ ഫ്രാൻസിസ് ഇവരോട് പറഞ്ഞു,
എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ അനുഗമിക്കാനാണ് ദൈവം നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവർക്കൊക്കെ ജീവിക്കാവുന്ന ഒരു മാർഗരേഖയൊക്കെ അദ്ദേഹം എഴുതി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ജീവിക്കാവുന്ന ഒരു മാർഗരേഖയൊക്കെ എഴുതി വെച്ച് മാർപ്പാപ്പയുടെ അംഗീകാരത്തിനായി ഫ്രാൻസിസ് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി ദുസ്സഹമായ ഒരു യാത്രയൊക്കെയായിരുന്നു അത്. അവസാനം മാർപ്പാപ്പ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഫ്രാൻസിസ്, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ പ്രതി സുവിശേഷം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഫ്രാൻസിസിനോട് പറഞ്ഞു, ഫ്രാൻസിസെ, അതെത്ര എളുപ്പമല്ല. സുവിശേഷം ജീവിക്കുക എന്നുള്ളത് അത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, എന്നെ അതിന് അനുവദിക്കണമെന്ന് ഞാൻ ദയവായി അപേക്ഷിക്കുകയാണ്. അങ്ങനെ മാർപ്പാപ്പ അദ്ദേഹത്തിന് അനുമതി കൊടുക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സുവിശേഷം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഫ്രാൻസിസിനെയാണ്. ഫ്രാൻസിസ് നമ്മുടെ ജീവിതത്തോട് പറയുന്നത്, സുവിശേഷം ജീവിക്കാനായിട്ട് തീർച്ചയായും എനിക്കും നിങ്ങൾക്കും പറ്റുമെന്ന് തന്നെയാണ്. എന്നാൽ സുവിശേഷത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക്, ഇതിനൊക്കെയായിട്ട് നമ്മൾ പലപ്പോഴും സുവിശേഷത്തെ വളച്ചൊടിക്കാറില്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു നോക്കാം. സുവിശേഷത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു എങ്ങനെ ഈ ലോകത്തിൽ കടന്നുപോയോ അതുപോലെ കടന്നു പോകാനായിട്ടാണ് സുവിശേഷം നമ്മളെയും വിളിക്കുന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ സുവിശേഷം അതൊരു അബ്നോർമാലിറ്റിയാന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. എന്താണ് അബ്നോർമാലിറ്റി? നോർമാലിറ്റിക്ക് പകരം വയ്ക്കാവുന്ന, അല്ലെങ്കിൽ തീർത്തും ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു കാര്യമാണ് അബ്നോർമാലിറ്റി. നിങ്ങൾ ലോകത്തിന് നോർമലായിരിക്കേണ്ടവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടല്ല സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു ചെല്ലുമ്പോൾ സക്കേവൂസ് പറയുന്നുണ്ട്, ഞാൻ ആരിൽ നിന്നെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 മടങ്ങായി ഞാൻ തിരിച്ചു കൊടുക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പിന്നെ അവൻ്റെ ഭവനത്തിൽ ഒന്നും തന്നെ അവശേഷിക്കില്ല എന്നുള്ളതാണ്. ലോകം അവനോട് പറയും, നീ മണ്ടനാണ്. എന്നാൽ ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ അബ്നോർമാലിറ്റി. അവൻ്റെ കാൽക്കലിരുന്ന് അവൻ പാപം ക്ഷമിച്ച ആ പാപിനിയായ സ്ത്രീ വന്നിട്ട് 300 ധനാനയ്ക്ക് അവിടെ സുഗന്ധതൈലം അവൻ്റെ കാൽക്കൽ ഇറ്റ് വീഴ്ത്തുമ്പോൾ ലോകം അവളോട് പറഞ്ഞു, ഇതെന്തിന് ഈ പാഴ്ചെലവ്? നീ ഒരു പൊട്ടിയാണ്. എന്നാൽ അവളുടെ സ്നേഹത്തെ മനസ്സിലാക്കിയ യേശു അവൾക്ക് രക്ഷ പ്രദാനം ചെയ്യാണ്. ഈശോയോട് കൂടെ കുരിശിൽ കിടന്ന ആ മനുഷ്യൻ ഈശോയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ സ്വർഗത്തിലെത്തുമ്പോൾ എന്നെയും ഓർക്കണമേ. ലോകത്തിൻ്റെ കണ്ണിൽ തീർച്ചയായും അതൊരു അബ്നോർമാലിറ്റിയാണ്. കരങ്ങളും കൈകളും ബന്ധിച്ച് കുരിശിൽ മരിക്കാറായി കിടക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ കാര്യസ്ഥനാകുന്നത്? ലോകം അവനെ നോക്കി പറയും, നീ മണ്ടനാണ്. എന്നാൽ ഈശോ പറഞ്ഞു, ഇന്നു മുതൽ നീ സ്വർഗത്തിലായിരിക്കും, പറുദീസായിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ നോർമാലിറ്റി അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞത് അതൊരു അബ്നോർമാലിറ്റിയാണ്. അത് മനസ്സിലാക്കിയപ്പോഴൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അസീസിയിലെ ഫ്രാൻസിസ് പറഞ്ഞത്, ഞാൻ ദൈവത്തിൻ്റെ കഴുതയാണ്, ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ദൈവത്തിൻ്റെ കഴുതയാണ്. നമ്മൾ ലോകത്തിന് അനുരൂപപ്പെടുന്നവരാണോ അതോ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കാതോർക്കുന്നവരാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കണമെങ്കിൽ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ സുവിശേഷം അനുസരിച്ചാണോ ജീവിക്കുന്നത്? സുവിശേഷം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നുണ്ടോ? ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കാനൊക്കെ, അത്രമാത്രം വലുതാകാനൊക്കെ സുവിശേഷം എന്നോട് പറയുമ്പോൾ അതിനെനിക്ക് സാധിക്കുന്നുണ്ടോ?
മറ്റുള്ളവരോടൊക്കെ പോട്ടെ, ക്ഷമിക്കാം എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥനകളും പരിത്യാഗങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തെ ധന്യമാക്കി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, സന്യാസ ഭവനിലേക്കൊക്കെ മടങ്ങുമ്പോൾ അവിടെയുള്ളവരോടൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടോ? അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൻ്റെ നോർമാലിറ്റി. അങ്ങനെയുള്ളവർക്കാണ് ഈശോ പ്രദാനം ചെയ്തത്, നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ കൃപയുടെ മണിക്കൂറിൽ കർത്താവ് നൽകിയ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതോ ലോകത്തിന് അനുരൂപരായിട്ടാണോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് നമുക്ക് ഈ കൃപയുടെ മണിക്കൂറിൽ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും